സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെതിരെ ഒളിയമ്പുമായി കോടിയേരിയുടെ കുടുംബം. ഉന്നത നേതൃത്വം അവഗണിക്കുന്നുവെന്നാണ് കോടിയേരിയുടെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണന്റെ ആരോപണം. കേരളത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന പി അംഗത്തിൽ നിന്ന് ക്രൂരമായ അവഗണന നേരിട്ടു. കോടിയേരി മരിച്ച ശേഷം കുടുംബത്തെ തിരിഞ്ഞു പോലും നോക്കിയില്ല. ആവശ്യത്തിന് വിളിച്ചാൽ ഉന്നത പദവിയിലിരിക്കുന്ന പി അംഗം ഫോൺ എടുക്കാറില്ല എന്ന് വിനോദിനിയുടെ ആരോപണമുണ്ട്. തലസ്ഥാനത്ത് നിന്ന് ശ്യാമപ്രസാദ് ചേരുന്നു. ശ്യാമ, വളരെ ഗുരുതരമായ ആക്ഷേപമാണ് CPM ഉന്നത നേതൃത്വത്തിനെതിരെ കോടിയേരിയുടെ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹം മരിച്ചതിന് ശേഷം ആ കുടുംബത്തെ ആരും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുമ്പോൾ വലിയ അവഗണന എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, എം.വി. ഗോവിന്ദന്റെ പേര് പറയാതെ കൃത്യമായ ഒരു ഒളിയമ്പ് കൂടി ഉണ്ടല്ലോ. രാഗി, തീർച്ചയായും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ CPM മുൻ സംസ്ഥാന സെക്രട്ടറിയും മുൻ ആഭ്യന്തരമന്ത്രിയുമെല്ലാമായിരുന്ന CPM നേതാവ് കൂടിയായ അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ വിനോദിനി കോടിയേരിയാണ് ഇപ്പോൾ CPM നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെതിരെയാണ് ഇത്തരത്തിൽ രൂക്ഷ വിമർശനവും ഒളിയമ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് പാർട്ടിയുടെ ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ, ഒപ്പം തന്നെ PB അംഗം കൂടിയായ ഒരാളിൽ നിന്ന് വലിയൊരു അവഗണനയാണ് കുടുംബത്തിന് നേരിട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ 4 വർഷം കഴിഞ്ഞിട്ടും, കോടിയേരി ബാലകൃഷ്ണൻ വിട്ടുപിരിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിട്ടും കുടുംബത്തെ തിരിഞ്ഞു നോക്കാൻ പോലും ഇത്തരത്തിൽ ഉന്നത പദവിയിലുള്ള ഈ വ്യക്തികൾ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല. പിണറായി വിജയൻ അടക്കം ഫോൺ വിളിക്കുമ്പോൾ എടുക്കുമെങ്കിലും PB അംഗം കൂടിയായ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ഇത്തരത്തിൽ കുടുംബത്തെ പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് തന്നെയാണ് വിനോദിനി കോടിയേരി വ്യക്തമാക്കിയിരിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിലുണ്ടായിരുന്ന അവഗണനകളെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടാണ് പച്ചക്കുതിര എന്ന് പറയുന്ന ഈ മാഗസിനിൽ വിനോദിനി കോടിയേരി തുറന്നെഴുതിയിരിക്കുന്നത്. ഒപ്പം തന്നെ ആ വലിയ നേതാവിൻ്റെ പേരടക്കം താങ്കൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ആ ചോദ്യത്തിനും പറയുന്നു, എന്തായാലും പാർട്ടിയുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും, എന്നാൽ പാർട്ടിയുടെ ഉന്നത നേതൃത്വം തന്നെ അവഗണിക്കുന്നു എന്ന് തന്നെയാണ് കോടിയേരി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ മരണവും സംസ്കാരവും, അതായത് കോടിയേരി ബാലകൃഷ്ണൻ്റെ മരണവും സംസ്കാരവും എല്ലാം കഴിഞ്ഞതിന് ശേഷവും നേതാക്കളൊക്കെ തന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. പ്രധാനമായും എം.വി. ഗോവിന്ദൻ ഒരു ഫോൺ പോലും എടുക്കാൻ തയ്യാറായിട്ടില്ല. താൻ നിരന്തരം പല ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ തൻ്റേതല്ലാത്ത കാര്യങ്ങൾക്കെല്ലാം തന്നെ വിളിക്കുകയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനായിട്ട് വിളിക്കുമ്പോൾ പോലും ഇത്തരത്തിൽ ഫോൺ എടുക്കുന്നില്ല എന്ന് തന്നെയാണ് വിനോദിനി കോടിയേരി തുറന്നെഴുതിയിരിക്കുന്നത്. എന്തായാലും അടുത്തിടെയാണ് വിനോദിനി കോടിയേരി ഇത്തരത്തിൽ TK ഗോവിന്ദനെ അടക്കം വീട്ടിലേക്ക് സന്ദർശനത്തിനായി സ്വാഗതം ചെയ്യുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ED ആക്രമണത്തിന് പിന്നാലെ പിണറായി വിജയൻ ഇടപെട്ട് ബിനോയ് കോടിയേരിക്ക് ഇത്തരത്തിൽ CPM അംഗത്വം നൽകിയതിലേക്കും എത്തിയിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വിനോദിനി കോടിയേരിയുടെ ഈ തുറന്നു പറച്ചിലെന്നതും ശ്രദ്ധേയമാണ്. ശരി ശ്യാമ, എന്തായാലും എം.വി. ഗോവിന്ദനെതിരെ കൃത്യമായ ഒരു ഒളിയമ്പ് എഴുതിയിരിക്കുകയാണ് വിനോദിനി ബാലകൃഷ്ണൻ. അദ്ദേഹം മരിച്ചതിന് ശേഷം തൻ്റെ കുടുംബത്തെ ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് കോടിയേരിയുടെ ഭാര്യ തുറന്നടിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ചർച്ചകൾക്കാണ് വിഷയം വഴിതെളിച്ചിരിക്കുന്നത്. ഒന്നാമതേ CPM തോറ്റ് തുന്നമ്പാടി നിൽക്കുന്ന ഒരു സാഹചര്യം, അതിന് പിന്നാലെ വരുന്ന വിവാദങ്ങൾ ഒന്നൊന്നായി നേതൃത്വത്തെ വിടാതെ വേട്ടയാടുന്നു എന്നുള്ളതാണ്.